നമ്മളിങ്ങനെ ഉഷാറായിട്ട് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓണക്കാലം എന്ന് പറഞ്ഞാൽ പരീക്ഷാകാലം കൂടിയാണ് അല്ലേ, നമുക്കറിയാം. പിന്നെ പണ്ടൊക്കെ ഈ കേട്ടെഴുത്തുണ്ടായിരുന്നു, കേട്ടുകൊണ്ട് അത് എഴുതുന്നത്. കണ്ടെഴുത്തായിരുന്നു പരീക്ഷയ്ക്ക്. തുണ്ടുവയ്പെന്നും ഇതിനെ പറയുന്നു നാട്ടില്. തുണ്ടുവയ്പെന്നും പറയാം. അതുകൊണ്ട് നമ്മുടെ താരങ്ങൾക്ക് നമ്മൾ ഇനി ഒരു ഓണ പരീക്ഷ നൽകാൻ പോവാണ്. വേറൊന്നുമല്ല, കടുകെട്ടി മലയാളം. എന്താണെന്നല്ലേ, വേറൊന്നുമല്ല, എന്റെ കയ്യിൽ കുറച്ച് കടുകെട്ടി മലയാള പദാർത്ഥങ്ങളല്ലോ, പദങ്ങൾ ഇരിപ്പുണ്ട്. ഇത് ഞാൻ ഓരോ ടീമിൽ നിന്ന് ഓരോ ആൾക്കാരായിട്ട് വിളിക്കും. ശരിയാകുന്നത് വരെ ഞാൻ എഴുതിച്ചോണ്ടേയിരിക്കും. ഏറ്റവും കൂടുതൽ ശരി ഉത്തരങ്ങൾ ഈ ബോർഡിൽ കൃത്യമായിട്ട് ലിഖിതം ചെയ്യുന്നവരായിരിക്കും കടുകെട്ടി മലയാളം എന്ന ഞങ്ങളുടെ ഈ ഒരു ചാലഞ്ചിന്റെ വിജയി. ഓക്കെ, പരീക്ഷയാണ്. റെഡിയാണോ? റെഡി. ഞങ്ങളുടെ കടുകെട്ടി മലയാളത്തിൽ ആദ്യമായിട്ട് മാറ്റുരയ്ക്കാനായിട്ട് ഗോദായിലേക്ക് വരുന്ന മറ്റാരുമല്ല, പാറമട വീട്ടിൽ നിന്നും കേശു. ഞങ്ങളുടെ ചെക്കൻ മലയാള ലിറ്ററേച്ചർ ഒക്കെയാണ് എടുത്തേക്കുന്നത്. അപ്പൊ നല്ല ഭാവിയുണ്ട്. കേശു ഒളിച്ചോണം, ഒന്നും നോക്കരുത്. ഞാൻ കിട്ടല്ലേ, ഓക്കെ, കേശു റെഡി അല്ലേ? ഞാനപ്പോ വാക്ക് പറയാൻ പോവാണ്. ഈ വാക്കാണ് കേശു എഴുതേണ്ടത് മലയാളത്തില്. ഓക്കെ, വാക്കെന്ന് പറയുന്നത് എനിക്ക് തന്നെ വായിക്കാൻ പറ്റുന്നില്ല. ഞാൻ വായിക്കാൻ പഠിക്കട്ടെ. കാണിച്ചു കൊടുക്ക്. ഞാൻ വായിച്ചിട്ട് ഞാൻ നോക്കിയോളാം. വാക്കെന്ന് പറയുന്നത് വേറൊന്നുമല്ല, ശാരംഗധരൻ. അയ്യോ, നിഷയുടെ അച്ഛന്റെ പേര്. എന്ത് വേണം, അപ്പൂപ്പന്റെ പേരാണ് കിട്ടിയിരിക്കുന്നത്, ശാരംഗധരൻ. എഴുതുമോനെ. തെറ്റിച്ചുള്ള അവസ്ഥ അച്ഛൻ്റെ പേര് തെറ്റിച്ച്. തെറ്റുള്ളത് ഞാൻ ആലോചിച്ചോണ്ടിരിക്കണേ. ശാരംഗധരൻ. ഇത് എഴുതി വരുമ്പോ ഷാരൂഖ് ഖാൻ കഥകളാണ്. എനിക്കറിയാം. ശാരംഗധരനാണ്. കുഞ്ഞായിട്ട് നമ്മൾ ചെറിയതിൽ തുടങ്ങുകയാണ്. ഒരു ചാൻസേ ഉള്ളൂ, മായ്ക്കാൻ പറ്റില്ലേ. ഒന്ന് ആലോചിച്ചിട്ട് എഴുതാം. ശാരംഗൻ ആദ്യം എഴുത്. ശാരംഗ് എഴുതി കാണിക്കാനൊന്നും പറ്റില്ല. പാടില്ല. ശാരംഗ് എഴുതു നീ. മതി, ഇവിടെ എഴുത്. നിനക്ക് തോന്നുന്ന പോലെ ശാരംഗധരൻ എഴുതു. ഇല്ല, അത് തന്നെ. ശാരംഗധരൻ. ശാരംഗധരൻ. സമയം കഴിയാറായി. വേഗം എഴുതിക്കേ. ശാരംഗധരൻ. എല്ലാം പറഞ്ഞോളെ. പോവാന്ന് എഴുതിയത് തെറ്റാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഇങ്ങക്ക് വരെ ഇങ്ങനെയാണ് എഴുതിയേക്കണത്. ഓൾ ദി ബെസ്റ്റ്. സ്വയമായിട്ട് തെറ്റ് വിളിച്ച് പറഞ്ഞിരിക്കുകയാണ്. തെറ്റായതുകൊണ്ട് തന്നെ ഇത് കറക്റ്റ് ചെയ്ത് എഴുതാൻ വേണ്ടി ശ്രമം നടത്തുന്നത് അഞ്ചു ആണ്. ഹോമിലെ അഞ്ചു ആണ് ശാരംഗധരൻ അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നത്. ശാരംഗധരൻ. ഇത് ഷാരൂഖ് ഖാൻ കഥകളാണ്. അത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഷാരൂഖ് ഖാൻ കഥകൾ. ശാരംഗധരനോ? ധരൻ. എന്തെല്ലാം ആ ശാരംഗധരന്റെ ഇത്. ഇനി ഇത് കറക്റ്റ് ആയിട്ട് എഴുതുന്ന മറ്റാരുമല്ല, നമ്മുടെ നിശ്ചയിച്ചിയുടെ അച്ഛന്റെ പേര് കൂടിയാണിത്. അപ്പൊ ചേച്ചി ആയിരിക്കും ലാസ്റ്റ് ഇതിന്റെ ശരിയായിട്ടുള്ളത് എഴുതുന്നത്. അച്ഛന്റെ പേര് തെറ്റിച്ച. അച്ഛന്റെ പേര് നിശ്ചയിച്ച് ലാസ്റ്റ് ഇത് ശരിയായിട്ട് എഴുതും. ഇതിൽ എത്ര ശാരംഗധരന്മാര് വരുന്നുണ്ടോ നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇനി അടുത്തതായിട്ട് ദേവികയാണ്. നമ്മുടെ ദേവിക വാരോ. ശാരംഗധരൻ എഴുതിക്കോ. പറഞ്ഞ പോലെ ശാരംഗധരൻ. ശാരംഗധരൻ എഴുതിക്കോളൂ. ദേവിക എഴുതിക്കോ. കമോൺ, എഴുതിക്കോ. വായിക്കാൻ പറ്റില്ലേ? ശാരംഗധരൻ എന്നാണ് കുട്ടി എഴുതിയേക്കുന്നത്. ഇനി ഇത് കറക്റ്റ് ചെയ്യാനായിട്ട് നിശ്ചയിച്ചി അച്ഛന്റെ പേരാണ്. എഴുതിക്കോളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ എഴുതും. കറക്റ്റ് ആയിട്ട് ഇതില് ചേച്ചി ശരിയുണ്ടോ ഇല്ലയെന്ന് ചേച്ചി പറയണം. ചേച്ചി കറക്റ്റ് എഴുതാൻ പോവാണ്. ചേച്ചിയുടെ ഫാദറിന്റെ നെയിമാണ് ഇതാണ് ചേച്ചി എഴുതിയതാണ് കറക്റ്റ്. ഒരു കയ്യടി കൊടുക്കാം. അടുത്ത ഒരു വാക്കും കൂടെ നമ്മൾ കൊടുക്കാൻ പോവാണ്. ശിവാനിനെ നമുക്ക് വിളിച്ചു തുടങ്ങാം. ശിവാനി, എല്ലാരും എഴുതിയൊന്നും പഠിക്കാൻ നിൽക്കരുത് കേട്ടോ. പെട്ടെന്ന് 2 സെക്കൻഡിൽ എഴുതിയിട്ട് നമ്മൾ മാറണം. വാക്കെന്ന് പറയണത് മഞ്ചീര ശിഞ്ചിതം. മഞ്ചീര ശിഞ്ചിതം. ഇപ്പൊ എഴുതും. അൽഫാം മന്തി 450. മഞ്ചീര ശിഞ്ചിതം.
മഞ്ജീര ഷിഞ്ചിതം. 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 ഞാനൊന്നും ഇനി പറഞ്ഞു തരില്ല. അല്ല ഷായാണോ ഷായാണോ അതൊക്കെ പ്രൊണൗൺസിയേഷൻ? ഷിഞ്ചിതം. മഞ്ജീര ഷിഞ്ചിതം. ആ മഞ്ജീര ഷിഞ്ചിതം. അച്ഛാ ഷായാണോ ഷായാണോ? ആ ഇതൊന്നും എഴുതി കൊടുക്കുന്നു. ഭയങ്കര ഹെൽപ്പ്. ഓക്കേ മഞ്ജീര ആ മഞ്ജീര ഷിഞ്ചിതം. മലയാളം മിസ്സേ കാത്തോണേ. മഞ്ജീര ഷിഞ്ചിതം. ശിവാനി എഴുതി കഴിഞ്ഞു. ഇനി ഒരാൾക്കും കൂടി നമ്മളൊന്ന് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ്. അതും ശരിയാവോ നമുക്ക് നോക്കാം. കൊടുക്കുന്നില്ല. കാര്യം എന്താ പറഞ്ഞാൽ മോൾ എഴുതിയത് കറക്റ്റ് ആണ്. മക്കളെ പറഞ്ഞ എഴുതിയല്ല, എന്റെ മക്കള് ഞാൻ പറഞ്ഞതല്ലോ എഴുതിയല്ല. കുട്ടിക്ക് മലയാളം അറിയാം. ഇപ്പൊ ശിവാനി പാറമട വീടിന് ഒരു പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. ഒരു വലിയ ഐഡിയ കൊടുക്കാം. കറക്റ്റ്. പോയിന്റ് ഉണ്ട്. അപ്പൊ അടുത്ത വാക്കിലോട്ട് നമ്മൾ കടക്കാൻ പോവാണ്. ഈ വാക്ക് എഴുതാൻ വരുന്നത് നമുക്ക് ഇനി ആണുങ്ങളെ വിളിച്ചു നോക്കാം അല്ലെ? കാരണം കുറെ നേരമായിട്ട് നമ്മൾ പെൺപിള്ളാര് കിടന്ന്. ഇനി നമ്മൾ വിളിക്കാൻ പോകുന്നത് നമ്മുടെ ജയകൃഷ്ണനാണ്. നമ്മുടെ പഞ്ചാഗ്നിയിൽ നിന്ന് ജയകൃഷ്ണനാണ്. കൊറേ നേരം കൊണ്ട് ആണുങ്ങൾ പെണ്ണുങ്ങൾ ക്ലിയർ ആയില്ല. പഞ്ചാഗ്നിയിൽ നിന്ന്. അതല്ല എന്താ ആണുങ്ങളെ വിളിക്കണമെന്ന് നേരത്തെ പറഞ്ഞിട്ട് ആണുങ്ങളെ എപ്പോ വിളിക്കണം? അയ്യോ സോറിടാ കണ്ണേ, ഞാൻ നിന്നെ വിട്ടു. ചേച്ചി ഇത് സ്ഥിരം പരിപാടിയാ ചേച്ചിയുടെ. അയ്യോ ഞാൻ ഇവനെ ആദ്യത്തേല് വിളിച്ചിട്ടുണ്ടായിരുന്നേ. എടാ നിന്നെ കൊച്ചിലെ പോലെ കണ്ടതല്ലടാ. അപ്പൊ നീ വളർന്ന് അറിഞ്ഞില്ലടാ. പെയിന്റ് അടിക്കുമ്പോ നല്ലോണം പെയിന്റ് അടിക്കണം. തെളിഞ്ഞിട്ടില്ല നീ വളർന്നത് അറിഞ്ഞില്ലടാ. പാവടാ പോട്ടടാ, കുഴപ്പമില്ല. അത് സത്യമായിട്ടോ. അവനൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പഴും കൊച്ചാ. പിന്നല്ല അതുകൊണ്ടാണ് എടാ ചക്കര സോറി കേട്ടോ. എന്തായാലും നമ്മള് പുരുഷന്മാരിലേക്ക് കടന്നേക്കാണ്. ഇനി പയ്യൻ എന്ന് പറഞ്ഞ എന്നെ. ആ പുരുഷന്മാര്. ഓക്കെ. വാക്കെന്ന് പറയുന്നത് അത്യുത്സാഹ വിജൃംഭിതമായ. അടുത്ത നമ്മൾ വിളിക്കാൻ പോകുന്ന പ്രകാശനെയാണ്. പ്രകാശൻ പ്ലീസ് വരൂ. പ്രകാശൻ വരൂ. അവനാകപ്പാടെ KFC, ഡോമിനോസ്. ഉത്സാഹ എന്ന് പറയുന്ന ഒരു വേർഡ് ഉള്ളൂ. അല്ല കുഴപ്പമില്ല മോളെ. ഗാ വിട്ടിട്ട് വിജൃംഭിതം എനിക്ക് കിട്ടിയാ മതി. ആ വിജൃംഭിതം കിട്ടിക്കോ. വരട്ടെ. വിജൃംഭിതമായ. വിജിറിന്റെ പാന്റ് കീറിയില്ല നേരത്തെ. വിജൃംഭിതമായ. ആ ദ്രായം കൂടെ സ്റ്റാർ ഇട്ടാ മതി. വിജൃംഭിതമായ. ആ ഓക്കെ സൂപ്പർ. ആ കറക്റ്റ് കേട്ടോ. മോനെ ഇങ്ങ് വാ. ശ്രീകുമാരേട്ടാ ഒന്ന് വായോനാ. വിജൃംഭിതമായ. ശ്രീ ഇത് എനിക്ക് അത്ര പ്രശ്നമല്ല. അത് പ്രശ്നമല്ല. വിജൃംഭിതം കിട്ടിയാ മതി ചേട്ടന്. ആ വിജൃംഭിതം. ആ ഓ മൈ ഗോഡ്. വിജൃംഭിതം ഏറ്റവും കൂടുതൽ കറക്റ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നു ശ്രീകുമാരേട്ടൻ. ഓ മൈ ഗോഡ്. ഏറ്റവും കൂടുതൽ ഒരുവിധം കറക്റ്റ് ആക്കിയിരിക്കുന്നു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.